ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ഫാമിലീസൊക്കെ നമ്മൾ ഒരുമിച്ചില്ലാത്ത ഫോട്ടോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു കണക്ക് നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വീഡിയോയിലൊന്ന് പോയാലോ. ആദ്യമായിട്ട് നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് ഈ ഒരു ടൂൾമി ആപ്പാണ് കേട്ടോ. ഈ ടൂൾമി ആപ്പ് എടുത്തിട്ട് നമ്മളതിൽ നമ്മുടെ ഏത് ഫോട്ടോയാണോ ആ ഒരു ഫോട്ടോ ഇതേപോലെ ഈ ഒരു ഇതെടുത്തിട്ട് നമ്മൾ കാർട്ടൂൺ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു ഫോട്ടോൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ അതുപോലെ ഫോട്ടോ ഇങ്ങനെ സെറ്റാക്കിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പാച്ചൂസിൻ്റെ ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാച്ചൂസിൻ്റെ ഫോട്ടോ ഇതേപോലെ കാർട്ടൂൺ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് ക്രോമാണ് കേട്ടോ. ക്രോമിൽ പോയിട്ട് നമുക്ക് എന്താ പറയുക, റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ഈ ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് കളയണം കേട്ടോ. അപ്പോൾ ഇതിൽ അപ്ലോഡ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ നമ്മളതിൽ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് ക്യാൻവ. അതായത് എല്ലാ ക്രാഫ്റ്റേഴ്സിൻ്റെ കയ്യിലുണ്ടാകുന്ന ഒരു ആപ്പാണ് ക്യാൻവ. ആ ക്യാൻവ ആപ്പിൽ നമുക്ക് ഏത് ഒരു A4 സൈസിൽ അതിൻ്റെ പ്ലസ് ബട്ടൺ അമർത്തിയിട്ട് A4 സൈസ് A3 സൈസ് ഏതിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതൊന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ അപ്ലോഡ് ഫോട്ടോയിൽ പോയിട്ട് നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു ഫോട്ടോ അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലോഡ് ഫോട്ടോസിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതിന് മുന്നായിട്ട് തന്നെ എൻ്റെ ഇക്കടെ ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് എടുക്കാൻ ടാസ്ക് ആയ കാരണമാണ് നമ്മൾ സാധാ ഗാലറിയിൽ പോയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്ലോഡ് ഫോട്ടോസിൽ എടുക്കുക എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം നമ്മൾ പ്രിൻ്റൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ആ ഒരു ഫോട്ടോ കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ ഫോട്ടോയും വെച്ചിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് തോന്നുമല്ലോ, അത് ഇത്ര ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നല്ല പെർഫെക്ഷൻ കിട്ടും എന്നുള്ളത് നമുക്ക് തോന്നുമല്ലോ. ആ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓക്കെ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് 3 ഫോട്ടോ 4 ഫോട്ടോ ഒക്കെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര അധികം സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരുപാട് ഫോട്ടോസ് വെച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 3 ആപ്പിലൂടെ നമ്മൾ ചെയ്യാണ്ട് അപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് ചെയ്യും. പക്ഷേ ഈ ഒരു ഇങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കാർഡിൽ കണ്ടിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ ബൈ.